Interactive Brokers Trader Workstation. Today, I'll be introducing you to it. അതായത് അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, ബിഗ് സ്ട്രീറ്റ്സിൻ്റെ വീട്ടിലോട്ട് എല്ലാവരും സ്വാഗതം. എൻ്റെ പേര് ശരത്തേക്ക്. യു ഗൈസ് കൻ കോൾ മീ AK. സോ ഷാൽ വി ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കണം ഞാൻ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് Interactive Brokers Trader Workstation എന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഓൾറെഡി ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാവും. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഓൾസോ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചിലപ്പോൾ നോക്കി കാണും. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ അപ്രോച്ച്. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ചിലർക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ദിസ് വീഡിയോ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. സോ മേക്ക് ഷുവർ ടു വാച്ച് ഫുള്ളി, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഡെസ്ക്ടോപ്പിൽ ഐക്കൺ നമ്മൾ ഓപ്പൺ ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു ടാബായിരിക്കും. ഇങ്ങനൊരു ടാബ്. ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം. മേലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ട്രേഡിംഗ് ആൻഡ് പേപ്പർ ട്രേഡിംഗ്. നിങ്ങളൊരു ബിഗിനറാണ്, ഒരു മാർക്കറ്റിലോട്ട് ആദ്യം വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് ചിലപ്പോൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ US മാർക്കറ്റിലോട്ട് ആദ്യമായിട്ട് വരികയാണ്. ഞാൻ നിങ്ങളോട് പറയാം, പേപ്പർ ട്രേഡിംഗ് പോകും. അതായത് ഒരു ദിവസം 2 ദിവസം എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും പേപ്പർ ട്രേഡിങ്ങിലോട്ട് 1 or 2 days പോകും. ഇപ്പോൾ നിങ്ങൾ ടോട്ടലി ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്ന അത്രയും ടൈം നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലൈവ് ട്രേഡിങ്ങിലോട്ട് മൂവ് ചെയ്യുക. ബിക്കോസ് മോസ്റ്റ് കറൻസി റേറ്റ്സ് ഒക്കെ ഒരു US ഡോളറിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ സെറ്റ് ചെയ്യാൻ അതിനൊരു കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലൈവ് ട്രേഡിങ്ങിൻ്റെ ഒരു കോൺഫിഗറേഷൻ കാണിച്ചു തരാം. എൻ്റെ അതിലെ കമ്പോണൻസിനെ പറ്റിയും പറഞ്ഞുതരാം. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ കോൺഫിഗർ ചെയ്യാം. എൻ്റെ ഒരു കോൺഫിഗറേഷൻ ഈ സ്ഥലത്തിന് കോൺഫിഗറേഷൻ ഒന്നും പറയില്ല. എനിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. അതിന് ഫ്യൂച്ചർ വീഡിയോസിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഒരു കോൺഫിഗറേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരാം. ഓക്കെ, ഇന്ന് ഞാൻ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പണൻസ്, അതിൻ്റെ എങ്ങനെയാണ് കോൺഫിഗറേഷൻ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ലൈവ് ട്രേഡിംഗിൽ ഞാൻ ITA എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ ഒരു സ്ക്രീനാണ്. അതായത് നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല, ബിക്കോസ് ഞാനത് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് കോമ്പണൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത് വാച്ച് ലിസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും വാച്ച് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ ഷെയർസ് ആണോ അത് നമ്മൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിരിക്കുക. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിൽ ഞാനിപ്പോൾ ടെസ്ല, NVIDIA, AMD ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ FB ഒന്ന് ആഡ് ചെയ്യാൻ പോകണം. ഫോർ യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ FB ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഞാൻ സ്റ്റോക്സ് മാത്രം സെലക്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഡീറ്റെയിൽസ് വന്നു. സോ നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ FBയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് കാണാം. അതായത് ഈ ഒരു വലിയൊരു പോർഷനിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്ഷൻ ചെയിനാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഓപ്ഷൻ ചെയിനാണ്. ഓപ്ഷൻ ചെയിനെ പറ്റിയിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. സോ ഓപ്ഷന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ട്രേഡേഴ്സിന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഓപ്ഷൻ ചെയിൻ എന്താണ്. സോ ഇവിടെ നമുക്ക് എല്ലാത്തിനും സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്. ദെൻ ഇവിടെ അതിൻ്റെ പ്രൈസ് ഉണ്ട്. ഇതെല്ലാം ഡോളേഴ്സിലാണ് ഉള്ളത്. 18.40 എന്ന് പറയുമ്പോൾ 18.40 ഇസ് എ പ്രൈസ്. ഞാനിതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ 100 ആണ്. അതായത് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 10.10 ഇത് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ആവശ്യമുള്ളത് ഏകദേശം $110. ഓക്കെ, ക്വാണ്ടിറ്റി ഞാൻ 100 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 100 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം $900 എനിക്ക് വേണം അത് വാങ്ങാൻ. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ദെൻ ഇത് ബിഡ്, ആസ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് എല്ലാം പഠിക്കാൻ പോകും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഒരു ബൈ ഓർഡറാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത് വയ്ക്കാം. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്. ഇന്ന് ഞാൻ ദിസ് ഈസ് സൺഡേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഓർഡേഴ്സ് എന്നുള്ളതിൽ നമുക്ക് കാണാം ഓർഡർ എന്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓൾസോ
ഇപ്പോൾ അത് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ അത് പുട്ട് ഡൗൺ ടു എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണാം. ഇപ്പോൾ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. അതിനെ എക്സിറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം. സി ഇവിടെ ഓർഡേഴ്സ് ട്രേഡ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യാണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം, അതായത് ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്ന രീതി. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും, ഇതിൽ ചാർട്ടൊന്നും കാണാനില്ലല്ലോ, ചാർട്ടൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന്. ഞാനൊരു സെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ 2 സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് 2 ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ട്രേഡ് ചെയ്യാൻ മാത്രം ഈ ഒരു ആപ്ലിക്കേഷനും ചാർട്ട് നോക്കാൻ ഞാൻ വേറൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ടോസ് ആണ്, അതായത് തിങ്കോസിം. നിങ്ങൾ പലരും കേട്ട് കാണാം, പലരും കേട്ട് കാണില്ല. ഓക്കെ, ആ തിങ്കോസിം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കോ. നമ്മൾ തിങ്കോസിമിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. തിങ്കോസിം എന്ന് വെച്ചാൽ ബേസിക്കലി എനിക്ക് കുറച്ചുകൂടി ചാർട്ട് നോക്കാൻ കംഫർട്ടബിൾ അതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെതായ ബെനിഫിറ്റ് അതിലുണ്ട്. സോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ. ആക്ച്വലി ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ട്രേഡ്സിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് വെച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറ്റാം. അതായത് ഇതിൻ്റെ സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാം, മോർ ആഡ് ചെയ്യാം, ഇതിൽ തന്നെ വേണമെങ്കിൽ ചാർട്ട് നിങ്ങൾക്ക് വെക്കാം, ഒരു പ്രശ്നമില്ല. ആൻഡ് ഇതിലിപ്പോൾ ഞാൻ ഓപ്ഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ സ്റ്റോക്കിൻ്റെയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, നോ ഇഷ്യൂ. പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല. അത് ബിക്കോസ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി പോകുമ്പോൾ ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി കോൺഫിഗറേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പിന്നീട് പറഞ്ഞുതരാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിനെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ് കൺക്ലൂഡ്സ് അവർ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ലൈക്ക് ഗൈസ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് അവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ഗൈസ്. Until next time, bye bye.